കഥയെ ആരംഭിക്കുന്നത് ജോയ് എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ജോയിയുടെ കുട്ടിക്കാലമൊക്കെ അത്യാവശ്യം സന്തോഷം നിറഞ്ഞതായിരുന്നു. മുത്തശ്ശിക്കും പാരന്റ്സിനുമൊപ്പം അവർ ഇടയ്ക്കൊക്കെ ഔട്ടിങ്ങിനൊക്കെ പോകുമായിരുന്നു. ആ സമയത്താണ് തന്റെ പ്രിയപ്പെട്ട പട്ടിക്കുട്ടിയുടെ കഴുത്തിൽ ചെയിൻ കുടുങ്ങുന്നതൊക്കെ അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അന്നേ അവൾ വളർത്തുനായകൾക്കിടുന്ന തരം കോളറിനെ പറ്റി നൂതനമായ ഒരു ആശയം ആലോചിച്ചിരുന്നു. ജോയെ പറ്റി പറയുകയാണെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഇന്നോവേഷനായി കണ്ടുപിടിക്കാനൊക്കെ വളരെ താല്പര്യമായിട്ടുള്ളൊരു കുട്ടിയാണ്. അവളുടെ പ്രവൃത്തികളിലും അത് പ്രകടമായിരുന്നു. ജോയുടെ അമ്മയ്ക്കാണെങ്കിൽ സീരിയൽ എന്ന് പറഞ്ഞാൽ അതിൽ അഡിക്റ്റാണ്. 24 മണിക്കൂറും സീരിയൽ കാണും. അതിന്റെ പേരിൽ തന്നെയായിരുന്നു ജോയുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കാരംഭിച്ചതും ഒടുവിൽ അവർ ഡിവോഴ്സ് ആയതും. ഇതൊക്കെ നേരിൽ കാണുന്നുണ്ടായിരുന്ന ജോയുടെ മുത്തശ്ശിയായിരുന്നു. ജോയ് പഠിച്ച് നല്ലൊരു ജോലിക്ക് പോകണം, നല്ല നിലയിലെത്തണം എന്നൊക്കെ എപ്പോഴും അവളെ ഉപദേശിക്കുകയും അവളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയും ചെയ്തിരുന്നത്. വർഷങ്ങൾക്കിപ്പുറം ജോയ് വളർന്ന് ഒരു യുവതിയായി മാറിയിരുന്നു. നിലവിൽ അവൾ ഒരു എയർലൈൻ കമ്പനിയിൽ ബുക്കിംഗ് ഏജന്റായി ജോലി നോക്കുകയാണ്. ന്യൂയോർക്ക് നഗരത്തിലായിരുന്നു അവൾ താമസിച്ചുകൊണ്ടിരുന്നതും. പക്ഷേ ജോയ് തന്റെ ജോലിയിലൊന്നും തീരെ തൃപ്തിയായിരുന്നില്ല. എപ്പോഴും ഇന്നോവേറ്റീവായി എന്തെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ള ആഗ്രഹം പണ്ടേ തൊട്ടുള്ള ജോയ്ക്ക് കുടുംബത്തിനു വേണ്ടി അതൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരികയായിരുന്നു. അന്ന് ജോലിക്ക് പോവാൻ ഇറങ്ങുമ്പോൾ ഒരു പുതിയ കമ്പനി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡോഗ് കോളർ ഡിസൈൻ ചെയ്തിരുന്നത് ജോയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ജോയ് അതുകൊണ്ടുവന്ന് തന്റെ മമ്മിയെ കാണിച്ച്, മമ്മി ഇത്തരമൊരു ഡിസൈന്റെ കാര്യം പണ്ട് ഞാൻ പറഞ്ഞിരുന്നത് ഓർമ്മയില്ലേ എന്ന തരത്തിൽ മമ്മിയോട് സംസാരിച്ചു. അന്ന് ജോയ് തന്റെ വളർത്തുന്ന നായ്ക്ക് വേണ്ടി അത്തരത്തിലൊന്നും ഉണ്ടാക്കിയിരുന്നെങ്കിലും അതിന് പേറ്റന്റ് എടുക്കുകയോ മറ്റോ ചെയ്തിരുന്നില്ല. അതേ സംഭവമാണ് ഇപ്പോൾ മറ്റൊരു കമ്പനി തയ്യാറാക്കി പേറ്റന്റ് അടക്കമെടുത്ത് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ജോയുടെ അമ്മയ്ക്ക് അതൊക്കെ ശ്രദ്ധിക്കാനുണ്ടോ നേരം. അവർ ടിവിയിൽ സീരിയലുകളിൽ മുഴുകിക്കൊണ്ടിരുന്നു. ആ സമയമാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. ആരായെന്ന് നോക്കാൻ ജോയ് വാതിൽ തുറന്നു. നോക്കുമ്പോൾ വീടിന് മുമ്പിൽ വന്നിരിക്കുന്നത് ജോയുടെ അച്ഛനാണ്. വർഷങ്ങൾക്ക് മുമ്പേ ജോയുടെ അമ്മയെ ഡിവോഴ്സ് ചെയ്തു പോയ ആ മനുഷ്യൻ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. ഇപ്പോൾ അതും ഡിവോഴ്സ് ആയിരിക്കുന്നു. താമസിക്കാൻ ഇടമില്ലാതെ ജോയുടെ വീട്ടിലേക്ക് അയാൾ മടങ്ങി വന്നതായിരുന്നു. ജോയുടെ അച്ഛൻ അവിടെ ഡ്രോപ്പ് ചെയ്തതാകട്ടെ അയാളുടെ രണ്ടാം ഭാര്യയും. എന്തൊക്കെ പറഞ്ഞാലും അച്ഛനാണല്ലോ, ഇറക്കിവിടാൻ പറ്റില്ലല്ലോ. സൗകര്യം കുറഞ്ഞ ആ വീട്ടിൽ അച്ഛനെയും കൂടി ഉൾക്കൊള്ളിക്കാൻ ജോയ് തീരുമാനിച്ചു. ജോയുടെ അച്ഛൻ മടങ്ങി വന്നത് കണ്ട് ജോയുടെ അമ്മയ്ക്കാണെങ്കിൽ വലിയ ദേഷ്യം തന്നെ വന്നിരുന്നു. വിട്ടിട്ട് പോയതല്ലടോ, എന്തിനാ പിന്നെ തിരിച്ചു വന്നത് എന്നൊക്കെ ജോയുടെ അമ്മ ചോദിച്ചു. ജോയുടെ അച്ഛനും ദേഷ്യം വരാതിരിക്കുമോ, നിന്നെപ്പോലുള്ള സീരിയൽ പ്രാന്തിയോടൊപ്പം ജീവിച്ച എന്റെ ജീവിതം നശിച്ചത് എന്നൊക്കെ അയാളും തിരിച്ചടിച്ചു. വന്നപാടെ രണ്ടും വാക്കുതർക്കം തുടങ്ങി. ജോയുടെ അച്ഛനാണെങ്കിൽ അവിടെ ഇരുന്ന കുറച്ച് വസ്തുക്കൾ തല്ലി പൊട്ടിക്കുകയും ചെയ്തു. ഇതൊക്കെ അസ്വസ്ഥതയോടെ ജോയ് നോക്കിക്കാണുന്നുമുണ്ട്. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തിയ ഒട്ടും ശരിയാവില്ല എന്ന് തോന്നിയ ജോയ് വീടിന്റെ ബേസ്മെന്റിൽ അച്ഛനെ താമസിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അച്ഛനുമായി ജോയ് ബേസ്മെന്റിലേക്ക് എത്തി. ബേസ്മെന്റിൽ എത്തുമ്പോഴോ അവിടെ മറ്റൊരുത്തൻ താമസിക്കുന്നുണ്ട്. സിംഗറായിട്ടുള്ള ഒരു യുവാവ്. അതാരാണെന്ന് ചോദിച്ചാൽ അതാണ് ജോയുടെ എക്സ് ഹസ്ബൻഡ് ആയിട്ടുള്ള ടോണി. ഡിവോഴ്സ് ആയ ശേഷവും ടോണിക്ക് പോവാൻ മറ്റൊരിടമില്ലാത്തതുകൊണ്ട് ടോണിയോട് അപ്പോഴും അല്പം ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്ന ജോയ് ടോണിക്ക് തങ്ങുവാൻ വീടിന്റെ ബേസ്മെന്റ് സൗകര്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ജോയുടെ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിട്ടിരുന്നു. ജോയ്ക്ക് 2 മക്കളുമുണ്ട്. ഈ വലിയ കുടുംബത്തെ മുഴുവൻ ഒറ്റയ്ക്ക് നോക്കുന്നത് ജോയിയാണ്. സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്ന് ഒടുവിൽ അവർ ഡിവോഴ്സ് ആയതായിരുന്നു. ജോയുടെ അച്ഛൻ ബേസ്മെന്റിൽ താമസിക്കാൻ വന്നത് കണ്ടതും ടോണിക്ക് ദേഷ്യം വന്നു. അവർ തമ്മിലും അവിടെ വെച്ച് ചെറിയ വാക്കുതർക്കമുണ്ടാവാൻ തുടങ്ങി. ടോണിക്ക് എന്താണ് ജോയുടെ അച്ഛനോട് ഇത്ര ദേഷ്യമെന്നല്ലേ? അതിനൊരു കാരണവുമുണ്ട്. ജോയും ടോണിയും കണ്ട് പ്രണയിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നവരായിരുന്നു. ടോണിയെ അന്നു തൊട്ടേ ജോയുടെ അച്ഛന് തീരെ ഇഷ്ടമേ ആയിരുന്നില്ല. പ്രത്യേകിച്ചൊരു ജോബൊന്നുമില്ലാതെ സിംഗറാവാൻ മാത്രം ആഗ്രഹിച്ചു നടക്കുന്ന ടോണി കുടുംബത്തിനൊരു ബാധ്യതയാണ്, കൊള്ളരുതാത്തവനാണ് എന്നൊക്കെയായിരുന്നു അച്ഛന്റെ വാദം. എന്നിരുന്നാലും ജോയും ടോണിയും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. വിവാഹ വേദിയിൽ വെച്ച് തന്നെ മദ്യപിച്ച് ടോണിയെ അപമാനിക്കുന്ന രീതിയിലൊക്കെ ജോയുടെ അച്ഛൻ സംസാരിച്ചിരുന്നു. അന്നു തൊട്ടേ ടോണിയും ജോയുടെ അച്ഛനും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇരുവരെയും സമാധാനപ്പെടുത്തി രണ്ടുപേർക്കും കൂടിയായി ബേസ്മെന്റ് ഇടം വീതിച്ചു നൽകി തൽക്കാലത്തേക്ക് പ്രശ്നം പരിഹരിച്ച് ജോയ് തന്റെ ജോലിക്കായി പോയി. പക്ഷേ ജോലി സ്ഥലത്തും ജോയ്ക്ക് തിരിച്ചടികൾ നേരിടുകയായിരുന്നു. കസ്റ്റമേഴ്സുമായുള്ള ജോയുടെ ഡീലിംഗ് ശരിയല്ലെന്ന് പറഞ്ഞ് മോർണിംഗ് ഷിഫ്റ്റിലുള്ള ജോയെ മാനേജ്മെന്റ് നൈറ്റ് ഷിഫ്റ്റിലേക്ക് മാറ്റി. ജോയ് അതിനെതിരെ ചോദ്യം ചെയ്തെങ്കിലും മാനേജ്മെന്റിന്റെ തീരുമാനമാണല്ലോ, അതിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ദേഷ്യത്തിലും ദുഃഖത്തിലും അവൾ തന്റെ അച്ഛനെ കാണുവാൻ ചെന്നു. ജോയുടെ അച്ഛൻ ചെറിയൊരു വർക്ക്ഷോപ്പ് നടത്തുകയാണ്. അച്ഛനെ കണ്ട് ഷിഫ്റ്റ് അടക്കം മാറ്റിയ കാര്യങ്ങളെപ്പറ്റി തന്റെ അവസ്ഥകളെപ്പറ്റി പറയാം എന്ന് കരുതി ചെന്ന ജോയെ ഫോണിലായിരുന്ന അച്ഛൻ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അടുത്ത വിവാഹത്തിനായി പ്രപ്പോസൽസ് ഒക്കെ അച്ഛൻ നോക്കി തുടങ്ങിയിരുന്നു. അത്തരത്തിൽ വളരെയധികം
വളരെയധികം സമ്പന്നയായ ഒരു ഇറ്റാലിയൻ സ്ത്രീയുടെ ഒരു വിധവയുടെ പ്രപ്പോസൽ അയാൾക്ക് വന്നെത്തിയിരുന്നു. അവരുമായിട്ടായിരുന്നു ജോയുടെ അച്ഛനപ്പോ സംസാരിച്ചുകൊണ്ടിരുന്നത്. തന്റെ ഫ്ലേറ്റിംഗ് സ്കില്ലൊക്കെ ഉപയോഗിച്ച് അയാൾ അവരോട് വിദഗ്ധമായി സംസാരിച്ചുകൊണ്ടിരുന്നു. കുറച്ചുനേരം നോക്കി നിന്ന് ജോയ് ദേഷ്യം വന്നതും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അന്ന് വൈകിട്ട് ആ ലേഡിയുമായി ജോയുടെ അച്ഛൻ റൂഡിക്ക് ഒരു ഡേറ്റ് തന്നെ ഉണ്ടായിരുന്നു. അച്ഛനോട് ചെറിയ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും ഒരു ബാധ്യതയെങ്കിലും ഒഴിവാകട്ടെ എന്ന് കരുതി അച്ഛനെ അവൾ ഡേറ്റിനായി പറഞ്ഞയച്ചു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിലും തന്റെ ജീവിതത്തിൽ ജോയ്ക്കൊരു സന്തോഷമോ തൃപ്തിയോ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൾ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നത്. അവളുടെ ബാല്യകാല സുഹൃത്തു കൂടിയായ ജാക്കിയായിരുന്നു അത്. നാളുകൾക്ക് ശേഷമാണ് ഇരുവരും കാണുന്നത്. അവർ വിശേഷങ്ങൾ പറയാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ പഠിക്കുന്ന സമയം ജാക്കി അവളുടെ വീട്ടിൽ വെച്ച് ഒരു പാർട്ടി നടത്തിയിരുന്നു. ആ പാർട്ടിയിൽ വെച്ചിട്ടായിരുന്നു ജോയും ജോയുടെ എക്സ് ഹസ്ബൻഡായ ടോണിയും നേരിൽ ആദ്യമായി കാണുന്നത്. കണ്ടയുടനെ തന്നെ ഇരുവർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്നു. വളരെ പെട്ടെന്ന് അവർ പ്രണയത്തിലായി. പാരന്റ്സിനെ കൺവിൻസ് ചെയ്ത് വിവാഹം കഴിച്ചു. ഏവരെയും പോലെ ഹാപ്പി ആയിട്ടായിരുന്നു അവരുടെ വിവാഹ ജീവിതവും തുടക്കകാലത്ത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ടോണിയാണെങ്കിൽ ഒരു പണിക്കും പോവില്ല, നല്ലൊരു സിംഗർ ആവണം എന്നുള്ള ലക്ഷ്യം മാത്രം മുമ്പിൽ കണ്ട് ജീവിച്ചുകൊണ്ടിരുന്നു. വീട്ടുചെലവുകൾ ജോയിക്കും താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് മക്കളൊക്കെ ആയതിൽ പിന്നെ വർദ്ധിച്ചു വരികയായിരുന്നു. ടോണിയോട് എന്തെങ്കിലും ജോലിക്ക് പോവാൻ അവൾ ആവശ്യപ്പെട്ടു തുടങ്ങി. ഓരോ ചെറിയ കാര്യങ്ങൾക്ക് മുതൽ പിന്നീട് അങ്ങോട്ടേക്ക് വഴക്കാരംഭിക്കുകയായിരുന്നു. മക്കളെ നോക്കുന്നത് മുതൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വരെ അവരുടെ വഴക്കിന് കാരണമായി മാറി. ഒടുവിൽ അത് ഡിവോഴ്സിലേക്ക് വന്നെത്തുകയായിരുന്നു. പരസ്പരം സ്നേഹമില്ലാത്തതുകൊണ്ടായിരുന്നില്ല അവർ പിരിഞ്ഞത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വർദ്ധിച്ച് ഒടുവിൽ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുകയായിരുന്നു. ജോയ് ദുഃഖത്തോടെ എല്ലാ കാര്യവും തന്റെ സുഹൃത്ത് ജാക്കിയോട് പറഞ്ഞു. മറുവശത്ത് ജോയുടെ അച്ഛൻ റൂഡിയാകട്ടെ സമ്പന്നയായ ഇറ്റാലിയൻ വിധവയായ റൂഡിയുടെ പ്രീതി പിടിച്ചു പറ്റിയിരുന്നു. റൂഡിയുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും പരിചയപ്പെടണമെന്നും തന്റെ ബോട്ടിൽ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോവാം, അതിനായി അവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാനും റൂഡിയോട് പറഞ്ഞു. ജോയുടെ അച്ഛൻ റൂഡി അത് അതുപോലെ തന്നെ അംഗീകരിച്ച് തന്റെ കുടുംബവും പേരക്കുട്ടികളും ഒക്കെയായി റൂഡിയുടെ ബോട്ടിലേക്ക് കറങ്ങാൻ പോകുവാനെത്തി. എല്ലാവരും നല്ല സന്തോഷത്തിലുമായിരുന്നു. വൈനൊക്കെ കുടിച്ചങ്ങനെ നിൽക്കുമ്പോ ബോട്ട് പെട്ടെന്നൊന്ന് ആടിയുലഞ്ഞു. അബദ്ധത്തിൽ ജോയുടെ കയ്യിലെ വൈൻ ഗ്ലാസ് താഴെ വീണുടയുകയാണ്. ജോയ് തന്നെ അത് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു സാധാരണ മോപ്പെടുത്ത് അത് തുടച്ച് അത് പീഞ്ഞൊഴിക്കാൻ അവൾ ശ്രമിച്ചതും മോപ്പിൽ പറ്റിപ്പിടിച്ചിരുന്ന 2 കുപ്പിച്ചില്ലുകൊണ്ട് അവളുടെ കൈമുറിയുകയാണ്. എല്ലാവരും ചേർന്ന് അത് കണ്ട് അവളുടെ കയ്യിലെ കുപ്പിച്ചില്ലൊക്കെ എടുത്തുമാറ്റി കയ്യിൽ മുറിവൊക്കെ കെട്ടിക്കൊടുത്തു. പക്ഷേ ജോയുടെ മനസ്സിൽ അപ്പോഴും മറ്റു പല ചിന്തകളായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അന്ന് രാത്രി ജോയ് ഉറങ്ങിക്കൊണ്ടിരിക്കെ ജോയുടെ ഓർമ്മകളിലേക്ക് തന്റെ കുട്ടിക്കാലം ഒരു സ്വപ്നമെന്ന പോലെ കടന്നു വന്നു. അവൾ തന്നോട് തന്നെ സംസാരിക്കുന്ന പോലെ ജോയ്ക്ക് തോന്നി. ചെറുപ്പം തൊട്ടേ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തണം, എന്തെങ്കിലുമൊക്കെ സാധിക്കണം എന്നുള്ള പെൺകുട്ടിയായിരുന്നു നീ. കുടുംബത്തിനു വേണ്ടി ഇത്രയും കൊല്ലക്കാലം നീ ത്യാഗം ചെയ്തു. ഇനിയും നീ മടിക്കരുത്. നിനക്ക് വേണ്ടി നീ ജീവിച്ചു തുടങ്ങണം. നിനക്ക് വേണ്ടത് നീ തേടി കണ്ടെത്തണം. ടോണി വന്ന് വിളിച്ചപ്പോഴായിരുന്നു ജോയ് കണ്ണു തുറന്നത്. പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് ഉണർന്നതുകൊണ്ടാണോ എന്തോ ജോയ്ക്കപ്പോൾ ശരിയെന്ന് തോന്നിയത് ജോയ് പ്രവർത്തിച്ചു. ടോണിയോട് ഇനിയും ടോണിയുടെ ചിലവുകൾ നോക്കാനും ഇവിടെ താമസിക്കാനും പറ്റില്ലെന്നും ഡിവോഴ്സ് ആയതല്ലേ, നിങ്ങൾ വീട് വിട്ടു പോകണം എന്ന് ജോയ് പറഞ്ഞു. ജോയുടെ പെട്ടെന്നുള്ള പറച്ചിൽ ടോണിക്കൽപ്പം ഷോക്കായിരുന്നു. പിന്നാലെ ജോയ് അവരുണ്ടായിരുന്ന അച്ഛന്റെ എതിരെ തിരിഞ്ഞു. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പുതുതായി ഡേറ്റ് ചെയ്യുന്ന സമ്പന്നയായ ആ യുവതിയില്ലേ, ആ വിധവ, ഞാനൊരു പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതിൽ അവർക്ക് ഫണ്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊന്ന് അന്വേഷിക്കാമോ? അച്ഛൻ അത് ചെയ്യാമെന്ന് സമ്മതിച്ചു. ജോയ് അതോടെ തന്റെ പ്രൊജക്ടിന്റെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. അതെന്താണെന്നല്ലേ, പുതിയ രീതിയിലുള്ള ഒരു മോപ്പായിരുന്നു അത്. കൈകൊണ്ട് പിഴിയണ്ടാത്ത, കൈകളിൽ പരിക്ക് പറ്റാത്ത, സുഖമായി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പുതിയ ഡിസൈനിലുള്ള ഒരു തുടയ്ക്കുന്ന മെഷീൻ ജോയ് തന്റെ ഐഡിയ ഡെവലപ്പ് ചെയ്തെടുത്തു. പിന്നാലെ റൂഡിയുമായി അതിനെപ്പറ്റി സംസാരിക്കാനും പോയി. ജോയുടെ പക്കൽ അപ്പോൾ അവൾ വരച്ചുണ്ടാക്കിയ കുറച്ച് ഡിസൈൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെപ്പറ്റിയൊക്കെ അവൾ വിശദീകരിച്ചെങ്കിലും ഇത്തരത്തിൽ സാമ്പിൾ പോലും ഇല്ലാതെ പേപ്പറിൽ വരച്ച കുറച്ച് ചിത്രങ്ങൾ മാത്രം കണ്ട് എങ്ങനെ താൻ പണം ഇൻവെസ്റ്റ് ചെയ്യും എന്നായിരുന്നു ട്രൂഡി ചോദിച്ചത്. സാമ്പിളായി ഒരെണ്ണമെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കാണിക്കുവാൻ ട്രൂഡി പറഞ്ഞു. ജോയും അതൊരു ചലഞ്ചായി ഏറ്റെടുത്തു. തന്റെ
അച്ഛന്റെ തന്നെ വർക്ക്ഷോപ്പിൽ പോയി അവിടെയുള്ളവരുടെ സഹായത്തോടെ തന്റെ ഡിസൈനിലുള്ള ഒരു മോപ്പ് ജോയി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. പിന്നാലെ അതുമായി അവൾ ട്രൂഡിയുടെ മുമ്പിലെത്തി ഒരു ഡെമോ അടക്കം ട്രൂഡിയെ കാണിച്ചു കൊടുത്തു. മാർക്കറ്റിലില്ലാത്ത വ്യത്യസ്ത ആശയമായത് കൊള്ളാലോ എന്ന് ട്രൂഡിക്കും തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ട ഉൽപാദനത്തിന് വേണ്ട ചെറിയൊരു തുക കടമായി കൊടുക്കാൻ ട്രൂഡി തയ്യാറാവുകയാണ്. പണം കിട്ടിയതും ബിസിനസിന്റെ തുടക്ക രീതിയിൽ കുറച്ചു കാര്യങ്ങളൊക്കെ ജോയി ചെയ്തു. കുറച്ച് എംപ്ലോയീസിനെ ജോലിക്കെടുത്തി അവരെ ഉപയോഗിച്ച് മോപ്പ് ഡെവലപ്പ് ചെയ്യാൻ ആരംഭിച്ചു. ഇതിനിടയിൽ മോപ്പിന്റെ ഭാഗങ്ങൾ ഉണ്ടാക്കുവാൻ കാലിഫോർണിയയിലുള്ള ഒരു കമ്പനിയുമായും ജോയി ഒരു കരാറിലെത്തുന്നുണ്ട്. വൈകാതെ പ്രൊഡക്റ്റൊക്കെ റെഡിയായി. ആദ്യഘട്ട പ്രൊഡക്റ്റുകളുടെ വിൽപ്പനയ്ക്ക് ജോയി കടകളെയും സൂപ്പർ മാർക്കറ്റുകളെയും ഒക്കെ സമീപിച്ചെങ്കിലും അവരാരും ജോയിയുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ എടുക്കുവാൻ തയ്യാറാവുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം എന്തെന്നാൽ ആ കാലത്ത് ജോയിയുടെ ഒരു പ്രൊഡക്റ്റിന് $20 വിലയിട്ടിരുന്നു. അന്നൊക്കെ നിസ്സാരമായ തുകയ്ക്ക് സാധാരണ മോപ്പുകൾ കിട്ടും. $20 തുകയ്ക്ക് അങ്ങനൊരു മോപ്പ് വിൽക്കുന്നതിനേക്കാൾ ചെറിയ തുകയുടെ മോപ്പ് കുറെ എണ്ണം വിൽക്കുന്നതാണ് തങ്ങൾക്ക് ലാഭമെന്നായിരുന്നു കടക്കാർ പറഞ്ഞിരുന്നത്. അതോടെ മറ്റു വഴികളില്ലാതെ ഉണ്ടാക്കിയ പ്രൊഡക്റ്റൊക്കെ വിൽക്കുവാൻ ജോയി തന്നെ നേരിട്ടിറങ്ങി. വലിയ സൂപ്പർ മാർക്കറ്റിന്റെ മുമ്പിലൊക്കെ പോയി ഡെമോൺസ്ട്രേഷനോടെ തന്റെ തൂപ്പുകോൽ മോപ്പ് വിൽക്കുവാൻ അവൾ ശ്രമിച്ചു. പക്ഷേ ആരും തന്നെ അവളെ കാര്യമായി മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്നത് അവിടെ ഷോപ്പിങ്ങിന് വന്ന് അതുവഴി വരികയായിരുന്ന അവളുടെ മുൻഭർത്താവ് ടോണിയും നോക്കിക്കാണുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ടോണി അവളോട് സംസാരിച്ചു നിൽക്കെ അങ്ങോട്ടേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ വന്നു. അങ്ങനെ അവിടെ വെച്ച് അതൊന്നും വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജോയി അവിടെ നിന്ന് ഓടിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ടോണിക്ക് ദുഃഖം തന്നെ തോന്നിയിരുന്നു. ജോയിക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യണം എന്ന് ടോണി ചിന്തിച്ചു. അന്ന് വൈകിട്ട് ജോയിയുടെ വീട്ടിലേക്ക് ടോണി ചെന്നു. ആ കാലത്ത് ഒരു ഷോപ്പിംഗ് ചാനലുണ്ട്, QVC എന്നായിരുന്നു അതിന്റെ പേര്. QVCയിലെ എക്സിക്യൂട്ടീവായ നീലിനെ തനിക്ക് പരിചയമുണ്ടെന്നും നീലുമായി അവൾക്കൊരു മീറ്റിംഗ് താൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും അതുവഴി അവളുടെ പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കാൻ സാധിച്ചേക്കും എന്നും ടോണി അവളോട് പറഞ്ഞു. ജോയിക്കും അത് നല്ലൊരു അവസരമായി തോന്നിയിരുന്നു. അങ്ങനെ ടിവിയിലെ പരസ്യത്തിലൂടെ തന്റെ മോപ്പുകൾ വിറ്റഴിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിച്ച് QVC എക്സിക്യൂട്ടീവ് നീലിനെ കാണുവാൻ ജോയി സമ്മതിച്ചു. അവരുടെ ടീമിന് മുമ്പിൽ ജോയി തന്റെ പ്രൊഡക്റ്റ് അവതരിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന മെമ്പേഴ്സ് അത്രയും ആ പ്രൊഡക്റ്റ് പരിശോധിച്ച് അതിൽ വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു തള്ളി. പക്ഷേ നീലിന് ജോയിയുടെ ഇന്നോവേഷൻ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ജോയിക്കൊരു അവസരം കൊടുക്കാൻ നീല് തീരുമാനിക്കുകയാണ്. അതിനു മുമ്പേ അവിടുത്തെ പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നീല് കൊണ്ടുപോയി ജോയെ കാണിച്ചു. അതൊരു ലൈവ് TV ചാനലാണ്. ടിവിയിൽ സെലിബ്രിറ്റികളെ ഉപയോഗിച്ച് പ്രൊഡക്റ്റിന്റെ പരസ്യം പ്ലേസ് ചെയ്യും. ലൈവ് കോളിൻ സംഭവവും ഉണ്ടാകും. പരസ്യം ഇഷ്ടപ്പെട്ട് ആളുകൾ അപ്പോൾ തന്നെ ആ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ ആരംഭിക്കും. അവിടുത്തെ ഇലക്ട്രോണിക് ബോർഡിൽ എത്രമാത്രം പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യപ്പെട്ടു എന്ന സംഖ്യയും നേരിട്ട് തന്നെ കാണാനാകും. പ്രൊഡക്റ്റുകൾ മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കണം. ഷോവിലൂടെ നിങ്ങളുടെ പ്രൊഡക്റ്റുകളും വിൽക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പക്ഷെ വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ വലിയ നഷ്ടവും വരും. നിങ്ങൾ ഓക്കെയാണെങ്കിൽ 50,000 മോപ്പുകൾ തയ്യാറാക്കി കൊണ്ടുവരൂ. അടുത്ത ആഴ്ച ടിവിയിലൂടെ നിങ്ങൾക്കൊരു അവസരം തരാം. അല്പം കൺഫ്യൂഷനിലാണെങ്കിലും ജോയി അതിന് ഓക്കെ പറഞ്ഞു. 50,000 മോപ്പുകൾ ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു തുക തന്നെ വേണം. വീണ്ടും പണം ചോദിച്ച് അവൾ ചെന്നെത്തിയത് ട്രൂഡിയുടെ അടുത്തായിരുന്നു. അതിനോടകമുള്ള മോപ്പിന് തന്നെ താൻ കുറെ പണം തന്നിട്ടുണ്ട്. അതുപോലും അവൾ തിരികെ തന്നിട്ടില്ല. ഇനി എന്തു വിശ്വസിച്ച് നിനക്കിനിയും പണം തരും എന്നായിരുന്നു ട്രൂഡി ചോദിച്ചത്. ജോയിക്കും മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. അവളുടെ അവസാന അവസരമായി അവളതിനെ നോക്കിക്കണ്ടു. തന്റെ വീട് തന്നെ ട്രൂഡിക്കായി പണയം വെച്ച് പണം തരുവാൻ അവൾ ആവശ്യപ്പെട്ടു. ട്രൂഡി അതിനെ സമ്മതിക്കുകയും ചെയ്തു. അതത്ര എളുപ്പമുള്ള ഒരു തീരുമാനം പോലും ആയിരുന്നില്ലെങ്കിലും ജോയി മുമ്പിൽ ഒരു വെളിച്ചം കണ്ടിരുന്നു. അങ്ങനെ പണം കിട്ടിയതും കാലിഫോർണിയയിലെ കമ്പനിയുമായി കുറഞ്ഞ വിലയിൽ മോപ്പുണ്ടാക്കാൻ ജോയി കോണ്ടാക്ട് ചെയ്തു. മോപ്പിന്റെ പാർട്സുകൾ കുറഞ്ഞ വിലയ്ക്ക് അവർ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. വൈകാതെ പ്രൊഡക്റ്റുകൾ തയ്യാറായി. ജോയിയുടെ പ്രൊഡക്റ്റ് ടിവിയിൽ ലോഞ്ച് ചെയ്യുന്ന ദിവസവും വന്നു. വലിയൊരു സെലിബ്രിറ്റിയായിരുന്നു അതിന്റെ പരസ്യം അവതരിപ്പിക്കാൻ എത്തിയത്. പക്ഷേ ആ പരസ്യം നല്ല രീതിയിൽ പാളി. കാര്യമായ ഓർഡറുകൾ പോലും ജോയി തേടിയെത്തിയില്ല. ആ സെലിബ്രിറ്റി പരസ്യത്തിൽ അവതരിപ്പിച്ചത് മുഴുവൻ കാര്യങ്ങൾ തെറ്റായി പോയിരുന്നു. ജോയി ആകെ തകർന്നുപോയി. എന്നിരുന്നാലും ജോയി നീലിനെ കോൾ ചെയ്തു. അവർ വിളിച്ച സെലിബ്രിറ്റി അത്തരത്തിൽ കാര്യങ്ങളൊക്കെ തെറ്റായാണ് അവതരിപ്പിച്ചതെന്നും ഇത്രയധികം പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് തിരിച്ചെടുത്ത തനിക്ക് വലിയ നഷ്ടം വരും, തനിക്കൊരു അവസരം കൂടി തരണം എന്ന് ജോയി ആവശ്യപ്പെട്ടു. ആദ്യം നീലതിനെ സമ്മതിച്ചില്ല. പക്ഷേ ജോയി അടുത്ത ദിവസം ഓഫീസിലേക്ക് നേരിട്ട് ചെന്നു. തന്റെ അവസ്ഥയടക്കം നീലിനോട് വിശദീകരിച്ച് താൻ തന്നെ തന്റെ പ്രൊഡക്റ്റിനെ അവതരിപ്പിച്ചോളാം, ഒരവസരം തരണം എന്നാവശ്യപ്പെട്ടു. പക്ഷെ മോഡൽസും സെലിബ്രിറ്റീസും ഒക്കെയാണ് പരസ്യത്തിൽ ടിവിയിൽ ചാനലിൽ വരുന്നതെന്നും അവൾക്കെങ്ങനെ അത് സാധിക്കും എന്ന് നീല് ചോദിച്ചു. നീലിനെ കൺവിൻസ് ചെയ്യിച്ചത് താൻ തന്നെ പ്രസന്റ് ചെയ്തിട്ടല്ലേ, തനിക്കൊരു അവസരം തരാൻ ജോയി നീലിനോട് അപേക്ഷിച്ചപ്പോ ഒരവസരം കൊടുത്തേക്കാം എന്ന് നീലും കരുതി. ജോയിക്കാണെങ്കിൽ
അത്തരത്തിലുള്ള TV ഷോ ചെയ്തൊന്നും പരിചയമില്ല. എന്നിരുന്നാലും നിലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ട് അവൾ ഷോ അറ്റൻഡ് ചെയ്യാൻ അണിഞ്ഞൊരുങ്ങി. പക്ഷേ TV ലൈവ് ഷോയിൽ കയറി നിന്നതും എന്ത് പറയണമെന്നറിയാതെ അവൾ ഒരു നിമിഷം സ്റ്റക്കായി നിന്നു. ഏവരും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവളോട് എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഷോവിലേക്കൊരു കോൾ വന്നു. കോളിൽ വിളിച്ചതാകട്ടെ അവൾ അങ്ങനെ നിൽക്കുന്ന കണ്ട് അവളുടെ ഉറ്റ സുഹൃത്ത് ജാക്കിയായിരുന്നു. ഒരു സാധാരണ കസ്റ്റമറെ പോലെ വിളിച്ച ജാക്കി ആ മോപ്പിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയും അതുപയോഗിക്കുന്നതിന്റെ അഡ്വാൻറ്റേജിനെ പറ്റിയുമൊക്കെ അവളോട് ചോദിക്കാൻ തുടങ്ങി. ജാക്കിന്റെ ശബ്ദവും ആ ചോദ്യങ്ങളും കേട്ടതോടെ ജോയിക്ക് അല്പം പ്രചോദനം അനുഭവപ്പെട്ടു. പിന്നാലെ മികച്ച രീതിയിൽ മോപ്പിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങളും ജോയി അവതരിപ്പിച്ചു. അത് വലിയ സക്സസ്ഫുൾ ആയി തന്നെ മാറുകയായിരുന്നു. ജോയിയുടെ പരസ്യാവതരണം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ 48,000 ഓർഡേഴ്സ് അവരെ തേടിയെത്തി. അത് കണ്ട് ജോയ് വരെ അതിശയിച്ചിരുന്നു. പക്ഷേ അവിടെയും ഓർഡർ നിന്നില്ല. ഓർഡർ തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു. ജോയിയുടെ ബിസിനസ് വലിയ സക്സസിലേക്ക് നീങ്ങുകയായിരുന്നു. അതിന്റെ പാർട്ടി അടക്കം അവർ നടത്തി. സന്തോഷത്തോടെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ ജോയിയുടെ ജീവിതത്തിലേക്ക് ആ ദുഃഖവും വന്നെത്തി. ജോയി അതുപോലെ സക്സസ്ഫുൾ ആയി കാണാൻ ആഗ്രഹിച്ച ജോയിയുടെ പ്രിയപ്പെട്ട മുത്തശ്ശി ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. എല്ലാവരെക്കാളും ജോയിക്കേറെ പ്രിയപ്പെട്ടത് മുത്തശ്ശിയായിരുന്നു. മുത്തശ്ശിയുടെ മരണം ജോയിയെ അസ്വസ്ഥയാക്കി. ഫ്യൂണറൽ ചടങ്ങുകൾ കഴിഞ്ഞ് ജോയി ദുഃഖത്തോടെ തുടരുമ്പോഴാണ് മറ്റൊരു കാര്യം ജോയി തേടിയെത്തുന്നത്. അവരുടെ മോപ്പുണ്ടാക്കുന്ന പാർട്സുകൾ കാലിഫോർണിയയിലെ കമ്പനിയായിരുന്നു കുറഞ്ഞ റേറ്റിൽ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അവരിപ്പോ പെട്ടെന്ന് അതിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആദ്യമേ തൊട്ടേ ഹോങ്കോങ്ങിലുള്ള ഒരു വ്യക്തിക്ക് അതേ മോഡൽ ഡിസൈൻ ഉണ്ടെന്നും അതിന്റെ പേരിൽ പേറ്റന്റ് ചാർജുകൾ അവൾ അടയ്ക്കണം എന്നും കമ്പനി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ജോയി ആകട്ടെ അതൊക്കെ തള്ളിക്കൊണ്ടുപോവുകയായിരുന്നു. ഇപ്പൊ ഒരു കാര്യവുമില്ലാതെ റിപ്പയറിന്റെ പേരിലും പെൻഡിംഗ് ചാർജിന്റെ പേരിലും വലിയൊരു തുക അടയ്ക്കണം എന്നവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ജോയ് ദുഃഖത്തിലായത് കണ്ടതും ജോയിയുടെ അച്ഛൻ ജോയിയുടെ ബിസിനസ്സിലേക്ക് അവളുടെ അർദ്ധ സഹോദരി പെക്കിയെയും ഉൾപ്പെടുത്താനും പെക്കി പോയി കാര്യങ്ങൾ സംസാരിച്ച് ഡീല് ചെയ്യട്ടെ, നീ റെസ്റ്റ് എടുക്ക് എന്ന് സജസ്റ്റ് ചെയ്തു. അത്തരത്തിൽ ജോയ് പെക്കിയെ കാര്യങ്ങൾ ഏൽപ്പിച്ച് പറഞ്ഞു വിട്ടു. പക്ഷെ പോയ പെക്കിയാകട്ടെ മറ്റൊന്നും ചിന്തിക്കാതെ കമ്പനി പറഞ്ഞ തുക കമ്പനിക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തത്. അതോടെ ജോയിയുടെ ബിസിനസ് ആകെ അവതാളത്തിലായി. നേരിട്ട് ചെന്ന് ഒരു കാര്യവുമില്ലാതെ പിടിച്ചെടുത്ത റോയൽറ്റി തുകയും മറ്റ് ചാർജുകളും തിരികെ തരാൻ ആവശ്യപ്പെട്ട് ജോയ് തന്നെ പിന്നാലെ കാലിഫോർണിയയിലെ കമ്പനിയിലേക്ക് ചെന്നു. പക്ഷേ ജോയ് അവിടെ എത്തിയപ്പോ അവിടെ അതിന്റെ മാനേജർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മാനേജറോട് അവർ ചാർജ് ചെയ്ത ഓവർ ചാർജസിന്റെ കാര്യവും കാര്യമില്ലാതെ വാങ്ങുന്ന റോയൽറ്റി ഫീന്റെ കാര്യവുമൊക്കെ ജോയ് സംസാരിച്ചു. പണം തിരികെ തരണമെന്ന് ആവശ്യപ്പെട്ടു. തന്റെ അനുവാദമില്ലാതാണ് പെഗ്ഗി അത് പേ ചെയ്തതെന്നും പറഞ്ഞു. പക്ഷെ ആ മാനുഫാക്ചേഴ്സ് അതിന് തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. കൂടുതൽ നിങ്ങൾ ഇതിന്റെ പിന്നാലെ തുടർന്നാൽ റോയൽറ്റി ചാർജുകൾ നൽകാത്തതിനും മറ്റും നിങ്ങൾക്കെതിരെ പേറ്റന്റിന്റെ പേരിൽ വരെ കേസ് ഫയൽ ചെയ്യപ്പെടും എന്നുവരെ അവർ ജോയിക്കെതിരെ പറഞ്ഞു. ജോയി ആ സമയം അവരോട്, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അംഗീകരിക്കാം, പക്ഷേ മാനുഫാക്ചറിങ്ങിന് ഇത്ര കോസ്റ്റ് വരുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് തനിക്ക് നേരിൽ കാണണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ മാനേജറും സംഘവും അതിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഹോങ്കോങ്ങിലുണ്ട് എന്ന് പറയപ്പെടുന്ന പ്രൊഡക്റ്റിന്റെ രൂപവും തനിക്കൊന്ന് കാണിച്ചു തരണം എന്നാവശ്യപ്പെട്ടപ്പോഴും അവർ അതിന് സമ്മതിച്ചില്ല. അതോടെ അവരുടെ മാനുഫാക്ചറിംഗ് ഏരിയയിൽ കടന്നു കയറണം എന്ന് ജോയിക്ക് തോന്നി. വാഷ്റൂമിൽ പോവണം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിയ ജോയ് വെന്റ് വഴി മാനുഫാക്ചറിംഗ് ഏരിയയിലേക്ക് രഹസ്യമായി കടന്നു. അവിടെ എത്തിയപ്പോഴാണ് തന്റെ ഡിസൈനിലുള്ള മോൾഡുകളുടെ മറ്റൊരു പതിപ്പ് അവർ ഉണ്ടാക്കിയിരിക്കുന്നതും കോൺട്രാക്റ്റിലെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് തന്റെ പേറ്റന്റ് അവരുടേതാക്കി മാറ്റുവാൻ അവർ ശ്രമിക്കുന്ന കാര്യവും ജോയ് മനസ്സിലാക്കുന്നത്. ഓൾറെഡി അവർ പേറ്റന്റ് എടുത്തു കഴിഞ്ഞു എന്നും ജോയ് തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും മാനേജറും മറ്റും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എന്റെ ഡിസൈൻ നിങ്ങൾക്കെങ്ങനെ കോപ്പിയടിക്കാൻ പറ്റും എന്നൊക്കെ ജോയ് ചോദ്യം ചെയ്യാൻ തുടങ്ങിയതും തങ്ങളുടെ ഫാക്ടറിയിൽ ജോയ് അതിക്രമിച്ചു കയറി എന്ന് പറഞ്ഞ് പോലീസിനെ അടക്കം വിളിപ്പിച്ച് ജോയ് അവർ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഫാക്ടറിയിൽ ജോയ് കടന്നു കയറി ഞങ്ങളുടെ ഡിസൈൻ മോഷ്ടിക്കാൻ നോക്കി എന്നായിരുന്നു അവർ ആരോപിച്ചത്. ഒടുവിൽ ജോയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത് ട്രൂഡിയായിരുന്നു. അവരൊക്കെയും ചേർന്ന് ജോയോട് സംസാരിച്ചു. മാനുഫാക്ചറിംഗ് കമ്പനി ജോയ്ക്കെതിരെ കേസ് കൊടുക്കാൻ മുന്നിട്ട് വരികയായിരുന്നു. അവരുടെ പേറ്റന്റ് ജോയ് കോപ്പിയടിച്ചെന്നും അതിനോടകം അത്രയധികം പ്രൊഡക്റ്റുകൾ വിറ്റുവെന്നുമായിരുന്നു അവർ കേസിന് മുമ്പോട്ട് വരുന്നത്. ജോയാണ് അത് ഡെവലപ്പ് ചെയ്തതെങ്കിലും ജോയ്ക്ക് മുമ്പേ ഒരു ഡേറ്റിൽ അവർ പേറ്റന്റ് രജിസ്റ്റർ ചെയ്തിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്നും ഇങ്ങനെ തുടർന്നാൽ തങ്ങളൊക്കെ തൂങ്ങുമെന്നും ട്രൂഡിയും ഭയപ്പെട്ടിരുന്നു. ജോയോട് അതോടെ ഒരു ബാങ്ക്രപ്റ്റൻസി പാപ്പർ സ്യൂട്ട് ഫയൽ ചെയ്യുവാൻ ടോഡി ആവശ്യപ്പെട്ടു. കമ്പനി അടക്കം ജോയുടെ പേരിൽ നിന്ന് മാറ്റുവാൻ
ചെയ്യുവാനും ടോഡി പറഞ്ഞു. മറ്റു വഴികളില്ലാതെ ജോയി അതിന് തയ്യാറാവുകയാണ്. അവളാകെ തകർന്നു പോയിരുന്നു. അവൾ ഉണ്ടാക്കിയെടുത്തതൊക്കെ കൈവിട്ടു പോകുന്ന പോലെ. പക്ഷേ ഒരു നിമിഷത്തിൽ അങ്ങനെയൊന്നും വിട്ടുകളയാൻ പറ്റില്ല എന്ന് ജോയിക്ക് തോന്നി. ജോയി ഇരുന്ന് പേറ്റന്റ് നിയമങ്ങളെ പറ്റിയും ബാക്കി കാര്യങ്ങളുമൊക്കെ വിശദമായിട്ട് പഠിച്ചു. അതിൽ നിന്നും പല കാര്യങ്ങളും അവൾ മനസ്സിലാക്കി. കൂട്ടത്തിൽ ഹോങ്കോങ്ങിൽ തന്റെ അതേ ഡിസൈനിലുള്ള മറ്റൊരു പ്രൊഡക്റ്റ് ഇല്ല. മാനുഫാക്ചറിംഗ് കമ്പനി തന്നെ പറ്റിച്ചാണ് പണം കരസ്ഥമാക്കിയതെന്നും ജോയി അതോടെ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു. ആ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഉടമയെ ജോയി നേരിൽ പോയി കണ്ടു. പേറ്റന്റ് റൈറ്റ്സിന്റെ പേരിൽ ഹോങ്കോങ്ങിലുള്ള ആൾക്ക് പണം കൊടുക്കാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കബളിപ്പിച്ചത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ജോയി വാദിച്ചു. അതെന്തോ ആയിക്കോട്ടെ, നിനക്ക് പറ്റുന്നത് നീ ചെയ് എന്ന മട്ടിലായിരുന്നു ഓണറുടെ മറുപടി. പക്ഷേ പിന്നാലെ ജോയി തന്റെ തുറുപ്പ് ചീട്ട് അയാളുടെ മുമ്പിലേക്ക് വെച്ചു. അവരുടെ കമ്പനിക്ക് ഓർഡർ കൊടുക്കുന്നതിന് മുമ്പേ ആദ്യഘട്ടത്തിൽ ജോയി സ്വന്തമായി കുറച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയിരുന്നല്ലോ. ട്രൂഡിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അന്നേ ജോയി തന്റെ പ്രൊഡക്റ്റ് രജിസ്റ്റർ ചെയ്തിരുന്നു. നിയമപരമായി അതോടെ പേറ്റന്റിന്റെ അവകാശമടക്കം ജോയിക്ക് ആദ്യമേ വന്നു ചേരും എന്ന അവസ്ഥ വന്നു. അത്തരത്തിൽ കേസിന് ജോയി പോയാൽ മാനുഫാക്ചറിംഗ് കമ്പനിയും അതിന്റെ ഓണറും കുടുങ്ങും എന്നുറപ്പായി കഴിഞ്ഞിരുന്നു. ജോയിയുടെ വിശദീകരണത്തിലും പേറ്റന്റ് ലോ വെച്ചുള്ള സംസാരത്തിലും അയാൾ വല്ലാതെ ഭയപ്പെട്ടു. ഒടുവിൽ ജോയി പറയുന്ന പോലെ കോംപ്രമൈസ് ചെയ്യാം എന്ന തരത്തിലേക്ക് ഗത്യന്തരമില്ലാതെ അയാൾ എത്തിച്ചേരുകയാണ്. ജോയിയുടെ അടുത്തു നിന്ന് വാങ്ങിയെടുത്ത മുഴുവൻ പണവും അധിക ചാർജുകളും തിരിച്ചു കൊടുക്കാമെന്നും കുറഞ്ഞ വിലയ്ക്ക് തന്നെ പേറ്റന്റിന്റെ മുഴുവൻ അവകാശവും ജോയിക്ക് നൽകി ജോയിക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്തു നൽകാമെന്നും അയാൾ സമ്മതിച്ചു. കരാറിൽ ഒപ്പുവെച്ചു. ജോയിയുടെ വിജയമായിരുന്നു അത്. ഒറ്റപ്പെട്ട് ഏവരും തഴഞ്ഞപ്പോൾ പോലും ധൈര്യത്തോടെ അവൾ നേടിയെടുത്ത വിജയം. പിന്നെ ജോയിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വളരെ വേഗത്തിൽ തന്നെ ജോയി ഒരു കോടീശ്വരിയായി മാറി. ടിവിയിലും തന്റെ പ്രൊഡക്റ്റുകൾ അവതരിപ്പിച്ച് അവർ ശ്രദ്ധ നേടിയിരുന്നു. സമ്പന്നയായപ്പോൾ ജോയി മറ്റേ ഇൻവെന്റേഴ്സിനെ കൈവിട്ടില്ല. പണ്ട് താൻ കടന്നുപോയ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന പുതിയ തോട്ടുകൾ ഇൻവെന്റ് ചെയ്യാനായി പണമില്ലാത്തവരെയൊക്കെ ജോയി സഹായിച്ചു. ജോയും ജോയിക്ക് ബിസിനസ്സിൽ സക്സസ് ആവാൻ അവസരമൊരുക്കിയ നീലും പിന്നീടങ്ങോട്ടേക്ക് നല്ല സുഹൃത്തുക്കളായി തുടർന്നു. 68-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുമ്പോഴും ഇൻഡിപെൻഡന്റ് ബിസിനസ് വുമൻസിന് വലിയൊരു മാതൃകയായി അവർ മാറിക്കഴിഞ്ഞിരുന്നു. ജോയിയുടെ കഥ പറഞ്ഞ് ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.